മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുവിൻ്റെ മിഷനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്. ലൂക്കോസ് 4:18 വാക്യം കുറിവാക്യം എടുത്തിട്ട് പറഞ്ഞാണ്, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും അവനെ അയച്ചിരിക്കുന്നു. അതിൽ നിന്ന് നമ്മൾ ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുന്ന കാര്യം പറഞ്ഞു. അതുപോലെ രണ്ടാമത് ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്. ഇനി അതിനകത്ത് പ്രധാനമായിട്ട് 2 കാര്യങ്ങളൂടെ ഉണ്ട് ആ മിഷനകത്ത്. അതും കൂടി നമ്മൾ ഇന്ന് ഷെയർ ചെയ്തുകൊണ്ട് നമ്മൾ ആ യേശുക്രിസ്തുവിൻ്റെ മിഷനെ കുറിച്ച് അത് അവസാനിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇനി പീഡിതന്മാരെ വിടുവിച്ചയക്കുക, സെറ്റ് ഫ്രീ ദ ഒപ്രസ്ഡ്. പീഡിതന്മാരെ വിടുവിച്ചയക്കുന്ന അതിനുള്ള ഉത്തരവാദിത്വം. നമുക്കറിയാം, അന്നത്തെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളും ഉള്ളൊരു കമ്മ്യൂണിറ്റിയായിരുന്നു. നമ്മൾ ഇന്നത്തെ പോലെ സയൻസും അതുപോലെ കൾച്ചറും ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. സോഷ്യലി ഒപ്രസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് സൊസൈറ്റിയിൽ നിന്ന് ഔട്ട്കാസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. പരീശന്മാർ, അതുപോലെ അവിടെ സമൂഹത്തിൽ മേലേക്കിടയിലുള്ള പുരോഹിതന്മാർ, റബ്ബിമാർ, അവരൊക്കെ സോഷ്യലി വെൽ പ്ലേസ്ഡ് ആണ്. അവർ സമൂഹത്തിൽ കുറച്ചുകൂടെ ഉന്നത പൊസിഷനിലുള്ളവരാണ്. ലീഗലിസ്റ്റിക് ആയിട്ടുള്ള യഹൂദ പാരമ്പര്യവും പശ്ചാത്തലവും ഉള്ളതാണ്. അതിനകത്ത് ദേവാലയത്തിൽ ഉള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻ്റെ ലീഗലിസ്റ്റിക്കായിട്ട് എടുത്തുകൊണ്ടും അവർ പല രീതിയിൽ പണം സമ്പാദിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? അതുകൊണ്ട് ലെപ്പേഴ്സിനെ അവിടെ ഒന്നും അടുപ്പിച്ചിരുന്നില്ല. കുഷ്ഠരോഗികൾ, കുഷ്ഠത്തിനൊരു ട്രീറ്റ്മെൻറ്റും ഇല്ലായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് അവരെ അടുപ്പിച്ചിരുന്നില്ല. യേശുക്രിസ്തു അവരെയൊക്കെ സൗഖ്യമാക്കി അവരെ വീണ്ടും വേലയ്ക്ക് വിടുന്നതായിട്ട് കാണുന്നു. അതുപോലെ ഔട്ട്കാസ്റ്റായിട്ട്, സൊസൈറ്റിയിലുള്ള ഔട്ട്കാസ്റ്റായിട്ടുള്ള ആളുകളെ യേശുക്രിസ്തു പുനരുദ്ധരിക്കുവാനായിട്ട്, അവരെ ഉയർത്തുവാനായിട്ടുള്ള ശ്രമം നടത്തി അവർക്ക് വേണ്ടായിട്ടുള്ള കരുതലുകൾ കൊടുക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ ഒപ്രസ്ഡ് ബൈ സിൻ ആൻഡ് ഡിസ്ട്രോയിഡ് ദ ലൈഫ്, ജീവിതം നശിപ്പിച്ച് പാപത്താൽ പങ്കുലമായി ജീവിതം നശിപ്പിക്കുന്ന ഒരു കൂട്ടം, അവരെ വിടുവിച്ചതായിട്ട് കാണുന്നു. ശമര്യക്കാരി സ്ത്രീ, നമ്മൾ വീണ്ടും അവരെക്കുറിച്ച് വീണ്ടും ചിന്തിക്കും. നമ്മൾ ഈ ഹെഡിങ്ങിൽ തന്നെ ശമര്യക്കാരി സ്ത്രീയായിട്ടുള്ള ആ സ്ത്രീയെ ശരിക്കും ടേൺഡ് ആസ് എ മിഷണറി, ഒരു മിഷണറി ആക്കി. അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒപ്രസ്ഡ് ബൈ സിൻ, അവരെ അത് പുനരുദ്ധരിച്ചു കൊണ്ടുവന്നു എന്നുള്ള. ഇതെല്ലാം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ദ പവർ ഓഫ് ദ ഗോസ്പൽ. ഇന്നും ഇത് ചെയ്യുന്നുണ്ട്. സുവിശേഷത്തിൻ്റെ ശക്തിയാൽ ഇന്നും ഇതുപോലെയുള്ള സോഷ്യലി ഒപ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാപപങ്കുലമായ ജീവിതങ്ങളെ വിടുവിച്ച് അവരെ താഴെക്കിടയിൽ നിന്ന് ഉയർത്തി മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ ഇന്ന് ഒരുപാടുണ്ട്. വിവിധ സഭകളായിട്ട് ഒക്കെ വ്യക്തികളായിട്ട് ചെയ്യുന്ന ശുശ്രൂഷകൾ ഉണ്ട്. അതിൽ കൂടിയൊക്കെ പുനരുദ്ധരിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങൾ നമുക്കറിയാവുന്നില്ല. പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹർട്ട് എക്സ്പീരിയൻസ് ഓഫ് ദ പാസ്റ്റ്, മുമ്പിലുള്ള ഒരുപാട് ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങൾ, പെയിനിൽ കൂടി കടന്നു പോയിരിക്കുന്ന, ലൈഫ് എക്സ്പീരിയൻസിലുള്ള പലതരമായിട്ടുള്ള ഡിഫിക്കൽട്ട് ലൈഫ് എക്സ്പീരിയൻസിൽ കൂടി കടന്നുപോയുള്ള ജീവിത ശൈലികൾ. യേശുക്രിസ്തു അവരോട് ഇങ്ങനെയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അങ്ങനെയുള്ളവരെ കർത്താവ് ആശ്വസിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, അവരെ ഫ്രീ ആക്കി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളതാണ് ജീവിതത്തിലെ ഫിയറിലും വറിയിലും ഇരിക്കുന്ന, പേടിച്ച് ആങ്ഷ്യസ് ആയിരിക്കുന്ന ആളുകളെ. അവരോടൊന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്നുള്ള. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആകയാൽ നാം എന്തു തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. യേശുവിൻ്റെ പഠിപ്പിക്കലിലെ ഡോണ്ട് ബി ആങ്ഷ്യസ്, നിങ്ങൾ ഒരിക്കലും ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നു. അതായത് ഈ ഒപ്രഷൻ, ജീവിതത്തിലെ പീഡനം അനുഭവിക്കുന്ന, ഇത് കൂടുതലായിട്ട് വരുന്നത് ശാരീരിക പീഡനത്തെക്കാൾ ഉപരിയായിട്ട് മാനസികമായിട്ടും അതുപോലെ
ചില ആളുകളെ സെക്ലൂഡ് ചെയ്ത് മാറ്റി മുൻനിരയിൽ നിന്ന് പിൻനിരയിലേക്ക് മാറ്റി വെക്കുന്ന സാഹചര്യങ്ങൾ, അവിടെയൊക്കെ യേശുക്രിസ്തു ഇടപെട്ട് അവരെ വിടുവിക്കുന്ന ഒരു അനുഭവമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ ഉത്തരവാദിത്വത്തിലെ മിഷനകത്ത് അത് ഇൻക്ലൂഡ് ചെയ്തിരുന്നു എന്നുള്ളത് മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അംബാസിഡേഴ്സ് ആക്കി വെച്ചിരിക്കുമ്പോഴേ ഈ ഒരു ദൗത്യം നമുക്കും ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. സുവിശേഷം പ്രസംഗിക്കുക മാത്രമല്ല, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുന്ന പലരെയും അതിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് മുൻനിരയിലേക്ക് നടത്താനുള്ള ഉത്തരവാദിത്വമുണ്ട്. ആദ്യമകാലത്തെ മിഷണറി സംഘടനകൾ, ഇന്ത്യയിലെ വർക്ക് ചെയ്ത മിഷണറി സംഘടനകൾ അറിയാം. ആദ്യം തന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്താണ് അവർ പള്ളിക്കുടങ്ങൾ വെച്ചതായിട്ട് നമുക്കറിയാം. പള്ളിക്കുടങ്ങൾ എന്നാണ് പറയുന്നത്. സ്കൂളുകൾ, ലിറ്ററസി കൂട്ടുവാനായിട്ട് സ്കൂളുകൾ. നോർത്ത് ഇന്ത്യയിലൊക്കെ തന്നെ ഇപ്പോഴും മിഷണറീസ് പോയി ഗ്രാമങ്ങളിലെ ട്രൈബ്സിൻ്റെ ഇടയിലൊക്കെ പോയി അവരുടെ ഭാഷ പഠിച്ച്, അവരുടെ ആംഗ്യ ഭാഷകൾ പഠിച്ച്, ആ ലിംഗ്വിസ്റ്റിക്സ് ഒക്കെ പഠിച്ച് ലിപികളുണ്ടാക്കി അവരെ അക്ഷരം പഠിപ്പിക്കുകയും സ്കൂളുകളിൽ വിട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഇപ്പോഴും അനേക സംഘടനകളും സഭകളും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും ഇതൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ദൗത്യത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഇത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അവസാനമായിട്ട് അതിനകത്തുള്ളത് കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിക്കുക, ടു പ്രൊക്ലെയിം ദ ഫേവറബിൾ ഇയർ ഓഫ് ദ ലോർഡ്. ഈ പ്രസ്താവന ആദ്യ തൊട്ടേ ഉണ്ടായിരുന്നു. യെശയ്യാപ്രവചനത്തിന് 61 അധ്യായത്തിൽ നിന്നുള്ള വാക്യമാണ് ഇത്. 61-ന്റെ 1-2 വാക്യങ്ങളാണ് യേശുക്രിസ്തുവോടെ വായിച്ചത്. അതിനകത്ത് പ്രതികാര ദിവസം കൂടി എന്ന് പറയുന്നൊരു ഭാഗത്തെ യേശുക്രിസ്തു അവോയ്ഡ് ചെയ്തിട്ട് ഒൺലി പ്രൊക്ലെയിമിങ് ദ ഫേവറബിൾ ഇയർ ഓഫ് ദ ലോർഡ്, ഇതാവുന്നു സുപ്രസാദ കാലം, ഇതാവുന്നു രക്ഷാ ദിവസം എന്ന് പറഞ്ഞാൽ ഈ സീസൺ, ഈ കൃപയുടെ സമയത്തെക്കുറിച്ചാണ് യേശുക്രിസ്തു പ്രസംഗിച്ചത്. യോഹന്നാൻ 3:17 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഗോഡ് സെൻഡ് ഹിസ് സൺ നോട്ട് ടു ജഡ്ജ് ദ വേൾഡ് ബട്ട് ദ വേൾഡ് ഷാൽ സേവ് ത്രൂ ഹിം. യേശുവിനെ ഈ ലോകത്തിൽ ന്യായം വിധിപ്പാനല്ല വിട്ടിരിക്കുന്നത്, അവനിൽ കൂടി അനേകരെ വീണ്ടെടുക്കാനായിട്ടാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ഈസ് ദ സാൽവേഷൻ, ആദ്യം രക്ഷ. സെക്കൻഡ് ഫൈനൽ ഈസ് ജഡ്ജ്മെൻറ്റ്, പിന്നീടാണ് ജഡ്ജ്മെൻറ്റ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ഫേവറബിൾ ഇയർ, നമ്മൾ അറിയാം, നമ്മൾ ജീവിക്കുന്നത് കൃപായുഗത്തിലാണ്, കൃപയുടെ ഒരു കാലത്തിലാണ് ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പാപത്തിനൊത്തവണ്ണം ദൈവം നമ്മളോട് കണക്കിടുന്നില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ ചെയ്യുന്ന പാപത്തോട് ഒത്തവണ്ണം ദൈവം നമ്മൾ കണക്കിടുന്നില്ല എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാനുള്ള ലൈസൻസ് എന്നല്ല. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് നമ്മുടെ പാപത്തിന് വേണ്ടി പരിഹാരയാഗമായി തീർന്നതിനാൽ അവനിൽ വിശ്വസിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിലുള്ള പ്രമാണമാണ്. അതുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല, നിത്യമായൊരു ജീവിതം അവന് ഓഫർ ചെയ്തിട്ടുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യണം. അതാണ് ഫേവറബിൾ ഇയർ ഓഫ് ദ ലോർഡ്, ടു പ്രൊക്ലെയിം ദ ഫേവറബിൾ ഇയർ ഓഫ് ദ ലോർഡ്. അതിനൊരു പീരീഡാണ് ഈ തന്നിരിക്കുന്നത്. ഇത് അന്ത്യകാലമാണ്. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് അന്ത്യകാലമാണ്. യേശുവിൻ്റെ വരവ് അതിനുവേണ്ടിയാണ്. അന്ത്യകാലത്തിലുള്ള എല്ലാവരെയും കർത്താവിങ്കിലേക്ക് കൂട്ടിച്ചേർക്കുവാനായിട്ടാണ് വന്നത്. യേശു നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് നമ്മളെ വീണ്ടെടുത്തു. യേശു ഉയർത്തെഴുന്നേറ്റ് നമുക്ക് പുതിയ ജീവൻ തന്നു. അതിനുശേഷം യേശു സ്വർഗാരോഹണം ചെയ്ത് വാഗ്ദത്തം എന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. ഈ വിശ്വാസത്തിൽ നമ്മൾ തുടരണം. അതിനായി നമ്മൾ വേല ചെയ്യണം. ശിഷ്യന്മാരെ ദൈവം അയച്ചത് ഈ യേശുവിൻ്റെ വേല കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ്. ഇന്നത്തെ തലമുറയിൽ വി ആർ ദ ഡെലിഗേറ്റഡ് അപ്പോസ്റ്റൽസ്. നമ്മളെ ഡെലിഗേറ്റ് ചെയ്ത അപ്പോസ്റ്റലാണ്. ആരാണ് നമ്മളെ ഡെലിഗേറ്റ് ചെയ്തിരിക്കുന്നത്? ആരാണ് ഈ ഉത്തരവാദിത്വം നമുക്ക് തന്നിരിക്കുന്നത്? ഗോഡ് ദ ഫാദർ, ജീസസ് ദ സൺ ആൻഡ് കംഫർട്ടഡ് ദ ഹോളി സ്പിരിറ്റ്. കർത്താവായ ദൈവം, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവമാണ് നമ്മൾക്ക് ഈ ഉത്തരവാദിത്വം തന്നിരിക്കുന്നത്. ലൂക്കോസ് 7:8 ശതാധിപൻ പറയുന്നൊരു കാര്യമുണ്ട്, ആസ് ലോങ് ആസ് ഐ ആം അണ്ടർ അതോറിറ്റി ഐ ഹാവ് അതോറിറ്റി. ഞാൻ ഒരു അതോറിറ്റിയുടെ കീഴിലായിരിക്കുന്നതിനാൽ എനിക്കൊരു അതോറിറ്റി ഉണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ദൈവം ഈ വലിയ റെസ്പോൺസിബിലിറ്റി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നെങ്കിൽ ഒരു ഉത്തരവാദിത്തമാണ്. നമുക്കൊരു അതോറിറ്റി ഉണ്ട്. ഞാൻ ആരാണിത് ചെയ്യാൻ? ഞാനൊരു അതോറിറ്റി ഉണ്ടോ എന്നൊക്കെ.
ഇത് ചെയ്യേണ്ടത് ആരാണ്? അച്ഛന്മാരാണ്, ബിഷപ്പുമാരാണ്, അല്ലെങ്കിൽ പാസ്റ്റേഴ്സാണ്, എൽഡേഴ്സാണ് ചെയ്യേണ്ടത്. അല്ല, അങ്ങനെയല്ല. എല്ലാവരെയും ദൈവം വിളിച്ചിട്ടുണ്ട്. എല്ലാവരെയും ദൈവം വിളിച്ച് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ഗ്രേറ്റ് കമ്മീഷനെ കുറിച്ച് ഈ ദിവസങ്ങൾ ചിന്തിക്കും. യേശുക്രിസ്തു നമ്മളെ കമ്മീഷൻ ചെയ്ത കാര്യം നമ്മൾ ചിന്തിക്കും. അതുകൊണ്ട് നമ്മളുടെ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തീർച്ചയായും ഈ ഡെലിഗേറ്റഡ് അതോറിറ്റി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമുക്ക് ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ പറ്റും. എന്തിനാണ് വേല ചെയ്യുന്നത്? അനേകം ആളുകൾ കർത്താവിനെ അറിയാൻ മാത്രമല്ല, ഈ വേലയിൽ കൂടി നമ്മളും കർത്താവിൽ ഉറയ്ക്കുവാനായിട്ടാണ്. ദൈവം ഈ അതോറിറ്റി നമുക്ക് തന്നിരിക്കുന്നത് ഈ ശുശ്രൂഷ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. എന്തിനാണ് അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിൽ തന്നെ ആത്മാവിൽ വലിയൊരു വളർച്ചയുണ്ടാകും. ഇറ്റ്സ് എ ഗ്രോത്ത്. വേല ചെയ്യുമ്പോഴാണ് നമ്മൾ വളരുന്നത്. അതുമാത്രമല്ല, വേല ചെയ്യുന്നവനാണ് കൂലിക്ക് യോഗ്യൻ. ദൈവം നമ്മളെ എല്ലാവരെയും രൂപാന്തരപ്പെടുത്തി കർത്താവുമായിട്ട് ചേർന്ന് ജീവിപ്പാനായിട്ടുള്ള ഒരു ദൈവരാജ്യത്തിലെ അവകാശികളായി ജീവിപ്പാനായിട്ടുള്ള കൃപ തരികയും അതനുസരിച്ച് നമുക്ക് ജീവിക്കുകയും ചെയ്യാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യുന്നൊരു ശുശ്രൂഷ. അതിനകത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നറിയാമോ? കർത്താവ് നമ്മളെ വീണ്ടും ചേർത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ വിശ്വാസനായിട്ട് വേല ചെയ്യുന്നവരാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് കർത്താവ് ആ സമയത്ത് റിവാർഡ്സ് തരും. നമ്മൾ ഇനിയും തുടർന്ന് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിങ്ങിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ 1000 ആണ്ട് വാഴ്ചയിൽ നമ്മൾക്ക് കർത്താവ് അതിനു മുമ്പ് എന്ന് വെച്ചാൽ ഈ ലോകത്തിലെ വലിയ മഹോദ്രവകാലം നടക്കുന്ന സമയത്ത് ആകാശത്തിൽ മണവാട്ടിയും മണവാളിനും തമ്മിൽ കല്യാണം നടക്കുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്ക് റിവാർഡ്സ് ചെയ്യും. ഈ റിവാർഡ്സ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ വേലയിൽ നമ്മൾ എത്രയും ഇൻവോൾവ് ആയിട്ടുണ്ട് അതനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും വേല ചെയ്യണം. വേല ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ട്രെയിൻഡ് ആകുക മാത്രമല്ല, കർത്താവിൽ ഉറയ്ക്കുക മാത്രമല്ല, നമ്മൾ അനേകം ആത്മാക്കളെ നേടുന്നവരായി തീരും എന്നുള്ളതാണ്. അത് നമുക്ക് ഈ ദിവസങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം. അതുകൊണ്ട് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ച കർത്താവിൻ്റെ മിഷൻ ആയിട്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ കർത്താവിൻ്റെ ശുശ്രൂഷ പോലെ തന്നെ ഒരു ശുശ്രൂഷ നമുക്ക് ചെയ്യണം. എങ്ങനെയാണ് ഞാൻ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നത് നിങ്ങൾ ചോദിക്കാം. കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കാനായിട്ട് കർത്താവിനെ ഏൽപ്പിച്ചെങ്കിൽ ഇന്ന് കുരുടന്മാർക്ക് ഇൻറ്റേർണലായിട്ടുള്ള കാഴ്ച മാത്രമല്ല എക്സ്റ്റേണലുള്ള കാഴ്ചയും പ്രാർത്ഥനയിൽ കൂടി ദൈവത്തിന് കൊടുക്കാനായിട്ട് സാധ്യമാകും. ഒപ്രസ്ഡ് ആയിട്ടുള്ളവരെ വിടുവിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. പീഡിതന്മാരെ വിടുവിക്കാനായിട്ട് കഴിയും. ബദ്ധന്മാരെ വിടുവിക്കാനായിട്ട് കഴിയും. കർത്താവിൻ്റെ പ്രസാദോഷം പ്രസംഗിപ്പാനായിട്ട് കഴിയും. ഇതെല്ലാം നമുക്കും കഴിയുന്ന കാര്യങ്ങളാണ്. ദൈവം അതിനുവേണ്ടി നമ്മളെ ഒരുക്കിയിട്ടുണ്ട്. ആ പവർ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ കൂടുതൽ വാഞ്ചിക്കാം. കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ നമുക്ക് മുമ്പോട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ദൈവം നമുക്ക് കൃപ തരട്ടെ. ഇന്ന് ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള സമയമാണ്. നിങ്ങളെല്ലാവരും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ചിലർക്കൊക്കെ താല്പര്യവും ഹൃദയവാഞ്ചയുമുണ്ടെങ്കിൽ അവരെന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം അതിനുള്ള മാർഗങ്ങളും വഴികളും ഒരുക്കിത്തരും. എല്ലാം ദൈവം കാണുന്ന ദൈവമാണ്. നമ്മുടെ ഹൃദയ വിചാരങ്ങൾ വരെയും അറിയുന്ന ദൈവമാണ്. അവൻ്റെ സന്നിധിയിൽ സകലവും നഗ്നവും മലർന്നവുമായിരിക്കുന്നു. അതിനാൽ ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇന്ന് അങ്ങനൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ ദൈവത്തോട് നമ്മൾ അപേക്ഷിച്ചാൽ നമുക്ക് ദൈവം തരും. ഇത് ഒരു പ്രത്യേക സെക്റ്റിൻ്റെ ഉള്ള ഒരു വർക്കല്ല. എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ചെയ്യാം. ആളാം പ്രതിയായിട്ടുള്ള സുവിശേഷ വേല. നമ്മൾ ഇവാഞ്ചലിസത്തെക്കുറിച്ച് ഇനിയും ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പറയാം. നമുക്കിന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ കമൻസൊക്കെ ലൈവ് ചാറ്റിനകത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ നിങ്ങൾക്ക് അറിയിക്കാം. അതിനകത്ത് വാട്സാപ്പ് നമ്പറുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ടീമുണ്ട്. അവർ പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങളും ഈ സുവിശേഷ വേലയിൽ ഇൻവോൾവ് ചെയ്യുന്ന ഭാഗവാക്കായി തീരും എന്നുള്ള. നിങ്ങൾ വേല ചെയ്യണമെന്ന് പറഞ്ഞാൽ അതും ഒരു വേലയാണ്. ഇതൊരാൾക്ക്
നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അയാളത് വായിക്കാൻ പറ്റിയാൽ അതും ഒരു വേല തന്നെയാണ്. അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധ്യമാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇന്ന് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ പ്രവർത്തനങ്ങൾ കർത്താവ് ഏത് രീതിയിൽ ചെയ്യണമെന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനം ഞങ്ങൾക്ക് മാർഗദർശനം തന്നതോർത്ത് സ്തോത്രം. യേശു ഈ ലോകത്തിൽ ചെയ്ത ശുശ്രൂഷ കർത്താവെ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അവനെ വിളിച്ച് വന്ന് നിവൃത്തിയാക്കി കാണിച്ചു തന്നല്ലോ കർത്താവെ. അത് ഞങ്ങൾക്ക് ഒരു മാതൃകയായിട്ട് ഞങ്ങളുടെ മുമ്പിലിരിക്കുന്നു. ഞങ്ങളുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ ആ രീതിയിലായിരിക്കാനായിട്ട് കർത്താവെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വേല ചെയ്യുന്നവർക്ക് അവർക്ക് കൂലിയുണ്ട്, റിവാർഡുണ്ട്. കർത്താവ് നിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഓർമ്മയുടെ പുസ്തകത്തിൽ നീ ഇതെല്ലാം എഴുതിയിരിക്കുന്നുവെന്ന് നിൻ്റെ വചനത്തിലുള്ള ഓർത്ത സ്തോത്രം. അതിനാൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് അതിൻ്റേതായ കൂലി നീ ഒരുക്കുന്ന ദൈവമാണ് സ്തോത്രം. നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാവരെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ ചില ആളുകൾ വലിയ ആങ്ഷ്യസ് ആയിട്ടിരിക്കുന്ന ചില വ്യക്തിത്വങ്ങളെ കാണിച്ചു തരുന്നല്ലോ കർത്താവെ. പല കാര്യങ്ങളെ ഓർത്ത് വറീഡാണ് കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ ചില പേയ്മെൻറ്റ്സ് കൊടുക്കാനായിട്ട് പൈസ ഇല്ലാതെ വിഷമിക്കുന്ന ചില വ്യക്തിത്വങ്ങളെ കാണിക്കുന്നു കർത്താവെ. അവർക്ക് ഡ്യൂ ആയ പേയ്മെൻറ്റ്സ് ബാങ്കിലാണോ അല്ലെങ്കിൽ കർത്താവെ ഏതെങ്കിലും വ്യക്തിക്കാണോ ഏതെങ്കിലും കർത്താവെ ഇൻസ്റ്റിറ്റ്യൂഷനാണോ എന്നറിയത്തില്ല. അവർക്ക് കർത്താവെ വലിയൊരു വറിയാണ്. ദൈവമേ, അത് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പോഴേ കർത്താവെ നീ വലിയൊരു മിറക്കിള് ഇന്ന് ഈ രാത്രികാലം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ വറിയെല്ലാം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ ഈ ലോകത്തിൽ വന്നത് കർത്താവെ ഫിയർ ആൻഡ് വറി റിമൂവ് ചെയ്യാനായിട്ടാണല്ലോ കർത്താവെ. ആകുല ചിന്ത മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കർത്താവെ അതിനുള്ള വകകളെ നീ ഒരുക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിന് ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കർത്താവെ നീ ഇടവരുത്തണം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുകയും ചെയ്യുന്നവർക്ക് നീ കർത്താവെ ആശ്വാസം കൊടുക്കാമെന്ന് കൽപ്പിച്ച ദൈവം കർത്താവെ അവരെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവെ വലിയൊരു വിടുതൽ നീ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം, സഹായിക്കണം. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കായിട്ട് നന്ദി. നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും പ്രോഗ്രസ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ആ വാട്സാപ്പ് നമ്പറിൽ അറിയിച്ചാൽ നിങ്ങൾക്ക് അത് സ്തോത്രം കരയേറ്റാനായിട്ടുള്ള ദൈവം വരുത്തും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.